നമസ്കാരം. എങ്ങോട്ടാണ് നമ്മുടെ ഈ പോക്കെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് നിങ്ങളും ഞാനും ഒക്കെ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്, കരളലിയിക്കുന്ന, വേദനിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സിനിമകളിൽ പോലും കണ്ടും കേട്ടും കേൾവിയില്ലാത്ത രീതിയിൽ ഒരു 15-കാരൻ സൂയിസൈഡ് ചെയ്തു. 26-ാം നിലയിലുള്ള അവൻ്റെ ഫ്ലാറ്റിൽ നിന്നും അവൻ താഴേക്ക് ചാടുന്നതിന് മാത്രമുള്ള ഭാരം അവൻ്റെ തലച്ചോറിൻ്റെ അകത്തുണ്ടായിരുന്നു. അവൻ്റെ മനോനില തെറ്റിക്കുന്ന രീതിയിലുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആ 15 വയസ്സുകാരൻ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായിട്ടുള്ള എറണാകുളത്ത് ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, എരണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന മിഹിർ എന്ന് പറയുന്ന ഈ കുഞ്ഞ് ഇന്ന് നമ്മുടെ മുമ്പിൽ ജീവനോടെ ഇല്ല. ഇവനെ കൊന്നവർ, അതായത് ഇവനെ വളരെ ബ്രൂട്ടലായി, കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ ബ്രൂട്ടലായി റാഗ് ചെയ്ത ആ ഒരു കുട്ടികൾ ഇവൻ്റെ മരണത്തിന് ശേഷം, അല്ലെങ്കിൽ ഇവർ മരണത്തിലേക്ക് തള്ളിവിട്ടതിന് ശേഷം, ആ മരണവാർത്ത അറിഞ്ഞതിന് ശേഷവും ഇവനെ വീണ്ടും അവൻ ചത്തുപോയി എന്നുള്ള രീതിയിലേക്കുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയുക, ആ ക്രൂരതയെ, സാഡിസ്റ്റ്, നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറം സൈക്കോപാത്തുകളുടെ ഒരു രീതിയിലേക്ക് ആ കുട്ടികൾ മാറിയതിനെ കുറിച്ചും ഇവിടെ ഇപ്പോൾ കേൾക്കുന്നു, അറിയുന്നു. എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ വളരെയധികം പ്രകമ്പനം സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു വാർത്താ മാധ്യമങ്ങളും മറ്റുള്ള കാര്യങ്ങളുടെ പടയോട്ടമായിരുന്നു. ആരുടെ പുറകെയായിരുന്നു? ബോച്ചയെക്കുറിച്ചും അതോടൊപ്പം തന്നെ ഹണി റോസിന്റെ പുറകെയായിരുന്നു. ശരിയാണ്, നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. എന്നാൽ നമ്മുടെ പുതിയ തലമുറ, നമ്മുടെ അടുത്ത തലമുറ ഈ 2025 ആവുന്ന സമയത്ത്, ഈ കാലഘട്ടത്തിൽ ഈ വളരുന്ന കുട്ടികളുടെ മനോനില എങ്ങോട്ടാണ്? ഇവർക്ക് നഷ്ടപ്പെടുന്ന എന്താണ്? മൂല്യച്യുതികൾ എവിടെയാണ്? ഇവിടെ കൂട്ടുകാരെന്ന് പറയുന്നവർ എങ്ങനെ ഇവരുടെ കൊലപാതകികളാകുന്നു? ഇത്രയും ക്രൂരമായ വേട്ട നടത്താൻ വേണ്ടിയിട്ട് മാത്രം ഇവർക്കുള്ള ശക്തി എവിടെ നിന്ന് കിട്ടുന്നു? ഇവരുടെ ഇടയിൽ തന്നെ ഡ്രഗ്സിന്റെ ആ ഒരു സാന്നിധ്യം അടക്കമുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ സ്കൂളും ശരിക്കും പറഞ്ഞാൽ മുൾമുനയിൽ നിൽക്കുകയാണ്. ഈ കുട്ടി ഇന്ന് ജീവനോടെ ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്. ഞാൻ 2 കുട്ടികളുടെ അച്ഛനാണ്. ആ ഒരു ആത്മാർത്ഥ ബോധത്തോടു കൂടി, ആ കുട്ടികളെ വളർത്തുന്ന ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ ആ ഒരു വേദനയോടുകൂടി ഈ ഒരു വിഷയം കേട്ടപ്പോൾ ഞാൻ ആദ്യം എൻ്റെ മോനോട് പറഞ്ഞൊരു കാര്യമാണ്, മോനെ, ഒരു കാരണവശാലും നീ നിന്റെ സ്കൂളിൽ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ നീ വേഗം വീട്ടിൽ വന്ന് പറഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ നീ ആരെയും അകാരണമായി ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അവരെ നോവിക്കാനോ പോകരുതെന്നുള്ളതാണ്. കാരണം ഈ ഒരു കുട്ടിയുടെ ഈ ഒരു വാർത്ത, ഈ ഒരു വിഷയത്തിനെ നമ്മുടെ മാധ്യമങ്ങൾ പോലും തിരസ്കരിച്ചിരിക്കുന്നു. സമൂഹത്തിൽ അധികം ഒരു അടയാളപ്പെടുത്തലുകളോ ചലനമോ ഉണ്ടാക്കിയിട്ടില്ല. നോർമലായിട്ട് ആ ഒരു സ്കൂൾ അധികൃതർ പോലും ഇതിനകത്തൊരു ഇനിഷ്യേറ്റീവ് പോലും എടുത്തില്ല എന്ന് ആലോചിക്കുമ്പോൾ ആ ഒരു പേരൻസിൻ്റെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കണേ. നിങ്ങളും അടങ്ങുന്ന രക്ഷകർത്താക്കൾ നമ്മുടെ കുട്ടികൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന സ്കൂൾ അധികൃതരും, അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യവും ചെയ്തു കൊടുക്കാത്ത, നീതിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ട ചെയ്തു കൊടുക്കാത്ത നീതി വ്യവസ്ഥിതിയും നമ്മൾ എങ്ങോട്ടാണ് പോക്ക്? ഇനി ആ കുട്ടിയുടെ അമ്മ ഇട്ടേക്കുന്ന ഒരു പോസ്റ്റ് വളരെയധികം നമ്മളെ ഞെട്ടിക്കുന്നൊരു പോസ്റ്റാണ്. അത് തുടക്കം മാത്രം ഞാൻ വായിക്കാം. 30/1/2025 കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റാണ്. ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കാനാണ് ഈ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. 2025 ജനുവരി 15 എൻ്റെ കുടുംബത്തിൽ നടന്ന ദാരുണമായ ഒരു സംഭവത്തിന്റെ പിന്നാമ്പുറത്തുള്ള വിവരങ്ങൾ പുറം ലോകം അറിയണമെന്ന്, ഞങ്ങൾക്ക് നീതി ലഭിക്കാൻ പൊതുസമൂഹം കൂടെ നിൽക്കണമെന്നുമുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇതിന് മുതിരുന്നത്. റജ്ന PM എന്ന ഞാൻ വീട്ടമ്മയും ഒരു സംരംഭകയാണ്. 15-കാരനായ മിഹിറിന്റെ മാതാവായ ഞാൻ തൃപ്പൂണിത്തുറയിൽ സന്തുഷ്ടമായ രീതിയിൽ കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു. എന്നാൽ പ്രസ്തുത ദിവസം എറണാകുളം ജില്ലയിലെ തിരുവാണിയൂരിൽ സ്ഥിതി ചെയ്യുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന എൻ്റെ മകൻ മിഹിർ സ്കൂളിൽ നിന്ന് താമസ സ്ഥലമായ തൃപ്പൂണിത്തുറയിലെ ചോയ്സ് പാരഡൈസിലേക്ക് ഉച്ചകഴിഞ്ഞ് തിരികെ വരികയും അധികം വൈകാതെ കെട്ടിടത്തിന്റെ 26-ാം നിലയിൽ നിന്നും താഴേക്ക് ചാടി തന്റെ ജീവൻ ഒടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിന്? ആ ചോദ്യം നിങ്ങളും ഞാനും അടങ്ങുന്ന സമൂഹം ചിന്തിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നെക്സ്റ്റ് തലമുറ, അഥവാ അടുത്ത തലമുറ എന്ന് നമ്മൾ കാണുന്ന, നമ്മുടെ അനന്തരാവകാശികൾ എന്ന് കാണുന്ന നമ്മുടെ സമൂഹത്തിനെ, നമ്മുടെ ഈ തലമുറകളെ വീണ്ടും പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ കുടുംബത്തിൻ്റെ അകത്ത് ആ ഒരു എന്താ പറയുക, ആ ഒരു കടവേരിലെ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞില്ല. സന്തുഷ്ടമായി മുന്നോട്ട് പോയിരുന്ന ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഈ സംഭവം ഏൽപ്പിച്ച ആഘാതം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതല്ല. ഇത്തരമൊരു ദൗർഭാഗ്യകരമായ തീരുമാനത്തിന്റെ പിന്നിൽ എന്തെന്ന് ഞങ്ങൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ഞാനും ഭർത്താവും ഇതേപ്പറ്റി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മിഹിർ 3 മാസം മുമ്പ് പുതുതായി ചേർന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ, 3 മാസത്തിന് മുമ്പ് മാത്രമാണ് ആ കുട്ടി ഈ ഗ്ലോബൽ പബ്ലിക് സ്കൂളിലേക്ക് ചേരുന്നത്. പബ്ലിക് സ്കൂളിൽ വെച്ച് ഒരു പ്രത്യേക ഗ്യാങ് വിദ്യാർത്ഥികളാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടിരുന്നു.
ആലോചിക്കണം. നമ്മളൊക്കെ റാഗിങ്ങിനെ കുറിച്ച് നമ്മുടെ എന്താ പറയുക കേട്ടിട്ടുള്ളത് എവിടെയൊക്കെ വെച്ചിട്ടാണ്? കോളേജിൽ. ഞാൻ കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് റാഗിങ്ങിനെ കുറിച്ചൊക്കെ അറിയാം. അതൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്താണ് പരിചയപ്പെടലുകളും കുറച്ച് ചെറിയ കളി തമാശകൾക്ക് അപ്പുറം ഒരിക്കലും ക്രൂരത എന്നുള്ളൊരു കാര്യമില്ല. പക്ഷെ ഇവിടെ ഈ ഒരു 9ാം ക്ലാസ് പഠിക്കുന്ന 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഏൽക്കേണ്ടി വരുന്നത് റാഗിങ്ങിന് വിധേയമായിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിന്റെ പശ്ചാത്തലം, ആ കുട്ടികളുടെ ആ ക്രിമിനൽ പശ്ചാത്തലം എത്രമാത്രമാണ് എന്നുള്ള കാര്യം നമ്മളെല്ലാം ചിന്തിക്കാതെ പോകാൻ പാടില്ല. ആ റാഗിങ്ങിന് അവസരം കൊടുത്തിട്ടുള്ള ആ ഒരു ഗ്ലോബൽ പബ്ലിക് സ്കൂൾ തന്നെ മാനേജ്മെന്റ് ആണ് ഈ കുട്ടിയുടെ, സത്യം പറഞ്ഞാൽ ഈ കുട്ടിയുടെ ആത്മഹത്യക്ക് അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിലാക്കി കൊലപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു കാര്യത്തിന് പൂർണ്ണമായ ഉത്തരവാദികളെന്ന് പറയാതിരിക്കാൻ നിവർത്തില്ല. ബാക്കി വായിക്കാം. അവന്റെ ചില സഹപാഠികളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം സംസാരിച്ചതിൽ നിന്നും ഞങ്ങൾക്ക് ലഭ്യമായ ചില സോഷ്യൽ മീഡിയ ചാറ്റുകളുടെ അടിസ്ഥാനത്തിൽ അവൻ ശക്തമായ മാനസിക ശാരീരിക പീഡനങ്ങൾക്ക് വിധേയനായിരുന്നു എന്ന് വ്യക്തമാവുകയായിരുന്നു. അത്തരമൊരു നിസ്സഹായ ഘട്ടത്തിൽ അവൻ എടുത്തതാണ് ആ തീരുമാനമെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ തക്ക തെളിവുകളും ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. ആ കുട്ടി ഈ ഒരു ആത്മഹത്യയിലേക്ക് പോയതിന്റെ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതിനകത്തുണ്ട്, വ്യക്തമാക്കി പറഞ്ഞുതരാം. സ്കൂളിൽ വെച്ചും സ്കൂൾ ബസ്സിൽ വെച്ചും ഞങ്ങളുടെ മകൻ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അവന് ശാരീരിക ഉപദ്രവം ഏൽക്കുകയും നിറത്തിന്റെ പേരിലും, ആലോചിക്കണം, നമ്മുടെ എന്താണ് ഫ്ലോയിഡ്, അമേരിക്കയെ മൊത്തത്തിൽ ഭയങ്കര കറുത്ത തീയാക്കി മാറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഫ്ലോയിഡിന്റെ വധം. അഥവാ പോലീസുകാർ ഫ്ലോയിഡ് എന്ന് പറയുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരനെ നിറത്തിന്റെ പേരിൽ അയാൾ അവിടെ റോഡിന്റെ സൈഡിൽ വെച്ച് എന്നെ കഴുത്തിലേക്ക് കാല് കയറ്റി വെച്ച് കൊന്നു. അത് വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് പണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. സോ ഇതുപോലെ നിറത്തിന്റെ പേരിൽ പല രാജ്യങ്ങളിലും ഇന്ന് നിറത്തിന്റെ പേരിൽ നമ്മുടെ ഈ മാറ്റി നിർത്തപ്പെടുന്നു, ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരും. നമ്മുടെ നാട്ടിൽ ഇന്ന് സ്റ്റിൽ അവൈലബിൾ ആണ് ഈ കറുപ്പും വെളുപ്പും. ജനിക്കുന്ന കുട്ടികൾക്ക് പോലും നിറമെന്തെന്ന് ചോദിക്കുന്ന പാരന്റ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ നിറം കൊണ്ട് മാത്രം ആൾക്കാരെ സ്നേഹിക്കുന്ന പുതിയ ഒരു തലമുറയും നമ്മുടെ ഇടയിലുണ്ട്. പണ്ടുമുണ്ട്, ഇപ്പോഴുമുണ്ട്, ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെളിവാണ് നിറം. ഒരു കുട്ടിയുടെ നിറം, മെലാനിൻ എന്നുള്ളൊരു വർണ്ണ ഘടകം നമ്മുടെ ശരീരത്തിന്റെ തൊലിപ്പുറത്തുണ്ടാകുന്ന ആ ഒരു മാറ്റത്തിന്, ആ ഒരു മെലാനിൻ കുറവ് അല്ലെങ്കിൽ കൂടുതൽ ഉള്ള ഒരു കുട്ടിയാണ് കറുത്തിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ട് ഉഷ്ണമേഖലാ പ്രദേശത്തും നമ്മുടെ ഇതേ പറഞ്ഞ ഏഷ്യൻ കൺട്രീസിലൊക്കെ പല രാജ്യങ്ങളിലെ ശീത മേഖലാ പ്രദേശങ്ങളിലൊക്കെ വെളുപ്പും കറുപ്പും ഒക്കെ ഉണ്ടാകുന്നതിന്റെ കാരണം മെലാനിനാണ്. എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ ആ ഒരു കുട്ടിയുടെ നിറത്തിന്റെ പേരിൽ ആ കുട്ടിയെ കൊടിയമായ പീഡനത്തിന് ഇരയാക്കി എന്നുള്ളൊരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം എന്താണ് നിറത്തിന്റെ പേരിലും മറ്റുമുള്ള പരിഹാസവും കുത്തുവാക്കുകളും സഹിക്കേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിൽ കൊണ്ടുപോയി, ഇവിടെ ശ്രദ്ധിക്കണം, വാഷ്റൂമിൽ കൊണ്ടുപോയി അവനെ അതികഠിനമായി ഉപദ്രവിക്കുകയും ക്ലോസറ്റിൽ ബലാത്കാരമായി മുഖം പൂഴ്ത്തിവെച്ച് ഫ്ലഷ്, എന്തോ പറയുന്നേ, ക്ലോസറ്റിൽ ബലാത്കാരമായി തല പൂഴ്ത്തി വെച്ചു. ക്ലോസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ വേസ്റ്റ് കളയുന്ന സ്ഥലം അല്ലേ, 1ഉം 2ഉം ഒക്കെ സാധിക്കുന്ന സ്ഥലം. അവിടെ അതും പബ്ലിക്കായിട്ട് ഇത്രയും കുട്ടികൾ പോകുന്ന ആ ഒരു ക്ലോസറ്റിൻ്റെ അകത്ത് ഈ കുട്ടിയുടെ തല കൊണ്ട് പൂഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് അടിക്കുക. 4 സൈഡിൽ കൂടെ വരുന്ന വെള്ളം മാത്രമല്ല, അകത്ത് ഈ അവിടെ കെട്ടിക്കിടന്ന ആ വൃത്തികെട്ട വെള്ളവും മലിനമായിട്ടുള്ള ആ മുഴുവൻ ഈ ഒരു സംഭവം ആ കുട്ടിയിൽ ഏൽക്കേണ്ടി വരുമ്പോൾ ആ കുട്ടി അവിടെ നിന്ന് പിടഞ്ഞ് മാറാൻ വേണ്ടിയിട്ട് പോലും പറ്റാത്ത രീതിയിൽ ആ കുട്ടി എത്ര കഠിനമായിട്ട് അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ടോയ്ലറ്റിൻ്റെ അകത്ത് പോകുമ്പോൾ ചെറിയ സ്മെല്ല് വരുമ്പോൾ നമ്മൾ മൂക്ക് പൊത്തുന്ന നമ്മൾ ഈ ഒരു ക്ലോസറ്റിൻ്റെ അകത്ത് ഒരു കുട്ടിയുടെ തല കൊണ്ടുവച്ചിട്ട് അതിനകത്ത് ഫ്ലഷ് അടിക്കുന്ന സമയത്തുണ്ടായിരുന്ന ആ കുട്ടി അനുഭവിച്ചിട്ടുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും? ആ ഭാരം എന്തായിരിക്കും? ഇതുവരെ കേട്ടിട്ടില്ല സീരിയസ്ലി. ബലാത്കാരമായി മുഖം പൂഴ്ത്തി വെച്ചിട്ട് ഫ്ലഷ് ചെയ്യുകയും ചെയ്തു. ടോയ്ലറ്റിൽ നക്കിക്കുകയും എന്തുവാണ് ഇത്? എന്താ ഇത്? കാലാപാനി എന്നുള്ള സിനിമയ്ക്കകത്താണ് ഇങ്ങനെ ഒരു സംഭവം. മറ്റൊരു തരത്തിൽ നമ്മൾ അതിൻ്റെ ഒരു വിഷ്വൽ കണ്ടിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതുപോലെ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ചിലപ്പോൾ സിനിമകളിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ കുട്ടികൾ ഇത് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുട്ടി അതിൻ്റെ ആ ഫ്ലഷ് ചെയ്തിട്ട് അവിടെ ആ ഒരു ടോയ്ലറ്റിൽ നക്കിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിക്ക് ചെയ്യിപ്പിക്കുന്നു. ആ ഒരു ടോയ്ലറ്റിൽ ആ ഒരു വേസ്റ്റ് വൃത്തികെട്ട ആ വാട്ടറിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് ബോധ്യമായ കാര്യങ്ങളാണ്. ഇപ്പോഴും ഒരുപാട് ഒരു പേരുകേട്ട വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രാകൃതമായ ഇത്തരം ചെയ്തികൾ അനുവദിക്കുന്നു എന്നതും അതുമൂലം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നതും അത്യധികം ഗൗരവമുള്ള കാര്യങ്ങളായി സമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. തീർച്ചയാണ് അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൻ മരണപ്പെട്ട ശേഷവും അത് ആഘോഷിക്കുന്ന ക്രൂരതയിലേക്ക് ആ വിദ്യാർത്ഥി കൂട്ടം എത്തി എന്നത് നിസ്സാരമായ കാര്യമല്ല. ഹി ആക്ച്വലി ഡിഡ്. ഈ ഒരു പ്രയോഗം NIGG എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കറുത്തവൻ നീഗ്രോസിനെ അഥവാ നമ്മുടെ വംശവെറി എന്ന് പറയുന്ന സംഭവത്തിന്റെ പ്രധാനപ്പെട്ട യൂറോപ്യൻ മറ്റുള്ള പല രാജ്യങ്ങളിലുള്ള ആൾക്കാർ വിളിക്കുന്ന പേരാണ്. കറുത്ത വർഗ്ഗക്കാരന് ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ പറയുന്ന വളരെ ഒഫൻഡഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് ഈ നിഗ്ഗ എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, ഇനി ഇത് പറയുമ്പോൾ ഇപ്പോൾ യൂട്യൂബിന് അത് എന്ത് പണി തരുമെന്ന് അറിയത്തില്ല, അങ്ങനെ പറയാൻ പാടില്ല. ആ വാക്കാണ് ഈ കുട്ടി
എന്താണ് ആ കുട്ടി മരണപ്പെട്ടതിന് അറിഞ്ഞതിന് ശേഷം ഇവരുടെ അവരുടെ വാട്സാപ്പ് ചാറ്റിനകത്ത് ഇട്ടേക്കുന്ന സംഭവമാണ് ഹി ഡിഡ് എന്നാണ്. ആക്ച്വലി ഡിഡ് എന്ന്. അവനിപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ആഗ്രഹിച്ച കാര്യം അവൻ ചെയ്തു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിന് അവർ സന്തോഷിക്കുകയാണ് അവർ. ഓക്കെ എന്ന് തുടങ്ങിയ മെസ്സേജുകളുടെ മരണം വരെ തിമിർത്ത് ആഘോഷിച്ച ആ ക്രിമിനലുകളുടെ മെസ്സേജുകളിൽ നിന്ന് തന്നെ എത്രമാത്രം എൻ്റെ കുട്ടിയെ ജീവിച്ചിരിക്കുമ്പോൾ അവർ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടാകും എന്ന് വായിച്ചെടുക്കാൻ കഴിയും. സീരിയസ്ലി സത്യമല്ലേ? ഇതൊക്കെ പറയാൻ അവൻ ജീവൻ അറ്റുപോയി എന്നുള്ളതിന് ശേഷവും അത് കേട്ടിട്ടും ആ സന്തോഷിക്കുന്നവർ, അവൻ ജീവനോടുണ്ടായിരുന്നപ്പോൾ ഒരു പൂച്ചയുടെ അല്ലെങ്കിൽ പുലിയുടെ കയ്യിലൊക്കെ ഒരു ഇരയെ കിട്ടിക്കഴിഞ്ഞ് തട്ടിക്കളിക്കുന്ന ലാഘവത്തോടുകൂടി എന്തുമാത്രമായിരിക്കും ആ കുട്ടിയെ കൊല്ലാതെ കൊന്നിട്ടുണ്ടാവുക ഇവർ. ഓക്കെ, ജീവനൊടുക്കി ആ ദിവസം പോലും ക്രൂരമായ പീഡനങ്ങൾ അവൻ ഇരയായിരുന്നു എന്ന് ചാറ്റുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. അത് വ്യക്തമാക്കുന്ന ചില സ്ക്രീൻഷോട്ടുകൾ ഇതോടൊപ്പം ഒരു ഉദാഹരണം എന്നോണം പുറത്തുവിടുന്നുണ്ട്. അവരുടെ മെസ്സേജുകളെല്ലാം മനസാക്ഷിയുള്ള ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇതെല്ലാം ശരിയാവണ്ണം പുറത്തു വരേണ്ടതും അതിനാവശ്യമായ നടപടികൾ ഉണ്ടാവേണ്ടതുമാണ്. സ്കൂൾ അധികൃതരോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള ആശങ്കയിലാണ് അവർ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നീയൊക്കെ സ്കൂളാണോ ഉണ്ടാക്കുന്നത്? അവിടെ പഠിപ്പിക്കാൻ വിടുന്ന ഓരോ രക്ഷകർത്താക്കളും തൻ്റെ സ്വപ്നങ്ങളെയാണ് അങ്ങോട്ട് അയക്കുന്നത്. 8-9 മാസം ചുവന്ന അമ്മ, അതോടൊപ്പം തന്നെ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ജീവിതം മൊത്തം ഒഴിച്ചു വയ്ക്കുന്ന അച്ഛനമ്മമാർ, അവരെല്ലാവരും പ്രതീക്ഷയാണ് അവിടെ കൊണ്ടുവയ്ക്കുന്നത്. അതിനകത്ത് വഴിതെറ്റിപ്പോയ കുട്ടികളുടെ കാരണക്കാരൻ്റെ അതിനും ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെ ആ പാതി വഴിയിൽ നിന്ന് ഉയരറ്റ് പോയ കുട്ടിയുടെ ആ ഒരു ഉത്തരവാദിത്വത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പിന്മാറാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. എന്ത് അന്തസ്സിന് പറയുന്നത്? എന്ത് അന്തസ്സിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്? എന്ത് അന്തസ്സിനെ കുറിച്ചാണ് പറയുന്നത്? ഒരു കുട്ടി, ആ കുട്ടിയുടെ ജീവനറ്റ് പോയതിനു ശേഷവും അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുമെന്നുള്ള കാര്യം സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള കാര്യമാണ്. ഈ സ്കൂൾ അധികൃതർ തന്നെ ചിലപ്പോൾ ഈ ക്രിമിനലുകളെ സംരക്ഷിച്ചേക്കാം, അവരൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ് വാദിച്ചേക്കാം. നാളെ അവരെ പുറത്തിറക്കിക്കൊണ്ടുവന്ന് ഇന്ന് പല കഷായ ഗ്രീഷ്മമാരെ പോലെയും അതോടൊപ്പം തന്നെ കുറേയധികം ആൾക്കാരുണ്ടല്ലോ, അവന്മാരെ പോലെയും ചെന്താമരമാരെ എന്തോ ഒരുത്തരൊക്കെ ഉണ്ടല്ലോ, ആ സൈക്കോപാത്തുകളെ പോലുള്ള കുറേയധികം ആൾക്കാരെ ഉണ്ടാക്കി ഉൽപ്പാദിപ്പിച്ച് വിടുന്ന സ്ഥലമായിട്ട് ഈ പറയുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാറിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഫ്യൂച്ചറിൽ. അവിടെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്ന പാരൻസ് മനസ്സിലാക്കിയിരിക്കുക, ഇതാണ് നിങ്ങളുടെ മക്കളുടെ സേഫ്റ്റി ആ സ്കൂളുകാർ അധികൃതർ തരുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ അപ്പോൾ അവരങ്ങനെ പറഞ്ഞിരിക്കുന്ന ആശങ്കയാണ് അവർ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവർക്ക് പോലീസിൽ അറിയിക്കുക എന്നതിനപ്പുറം യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന തരത്തിലുള്ള സമീപനം ഞങ്ങൾ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനിയും അവിടെയുള്ള മറ്റൊരു കുട്ടിക്കും ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത അധികാരിയിൽ നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഈ മരണത്തിന്റെ പിന്നിൽ സത്യം പുറത്തു കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച് അവന്റെ ചില സഹപാഠികൾ ചേർന്ന് ആരംഭിച്ച ജസ്റ്റിസ് ഫോർ മിഹിർ എന്ന പേരിലെ ഇൻസ്റ്റാഗ്രാം പേജും ഇപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതും ഏതോ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരിക്കണം ഇന്ന് ഞങ്ങൾ സംശയിക്കുന്നത്. അത് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതും ആ ഒരു പേജ് പോയി. ചിലപ്പോൾ അത് മാസമായിട്ടുള്ള റിപ്പോർട്ടിങ്ങിലൂടെ സംഭവിച്ചേക്കാം. മൂടിവെക്കാൻ ഏത് ഭാഗത്തും ശ്രമം ഉണ്ടായാലും പൊതുസമൂഹവും മാധ്യമങ്ങളും അവരുടെ ബാധ്യത നിർവഹിക്കുമെന്ന് അവർക്ക് പ്രത്യാശയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ മരണത്തിലേക്ക് നയിച്ച കാര്യങ്ങൾ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പരാതി ഇതിനകം പോലീസ് നൽകിയിട്ടുണ്ട്. അതിൽ കൂടാതെ കേരള മുഖ്യമന്ത്രി ഓഫീസിലെയും DGPക്കും കൂടുതൽ വിശദമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരാതി നൽകിയിട്ടുണ്ട്. തൃപ്പൂണിത്തറ ഹിൽ പോലീസ് സ്റ്റേഷനിൽ 42/2021 എന്ന നമ്പറിലാണ് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എൻ്റെ മകൻ മുൻപ് പഠിച്ചിരുന്ന കൊച്ചി ജെം സ്കൂളിൻ്റെ വൈസ് പ്രിൻസിപ്പാളിൽ നിന്നും അവൻ നേരിട്ട മാനസിക പീഡനത്തെ സംബന്ധിച്ച ഞങ്ങൾ ബാലാവകാശ കമ്മീഷൻ കഴിഞ്ഞ ദിവസം വിശദമായ പരാതി നൽകിയിട്ടുള്ള കാര്യം കൂടെ സൂചിപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ജീവൻ അപഹരിച്ച കേസിലെ മുഴുവൻ പ്രതികളെയും എത്രയും വേഗം നിയമത്തിൻ്റെ മുന്നിൽ എത്തിച്ച് അർഹമായ ശിക്ഷ നൽകണമെന്നതാണ് ഒരു മാതാവ് എന്ന നിലയിൽ എൻ്റെ ആവശ്യം. അതിനുവേണ്ടി സാധ്യമായ എല്ലാ നിയമ പോരാട്ടം നടത്താനാണ് കുടുംബത്തിൻ്റെ തീരുമാനം. നിയമത്തിലും സംവിധാനത്തിലും ഞാൻ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നീതി ലഭിക്കുക വേണ്ടിയും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഒപ്പം മാധ്യമ സമൂഹവും പൊതുസമൂഹവും ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം ഉണ്ടാകണമെന്ന വിശ്വാസവും പ്രത്യാശയും എനിക്കുണ്ട്. അത് ഞങ്ങൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സമൂഹത്തിൽ ഓക്കെ അവരെന്ന് പറഞ്ഞ അതിനുശേഷം ഇതിനകത്ത് കുറച്ചധികം കാര്യങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇതാടപ്പുണ്ട് മിഹിർ പ്ലേ ഗെയിം വേർ ദ സ്പ്രെഡ് ദ ഫിഗേഴ്സ്. അതായത് നമ്മളിങ്ങനെ കൈവച്ചിട്ട് കളിക്കുന്നില്ലേ, അതിൽ ഇങ്ങനെ നമ്മളെ പണ്ട് നമ്മുടെ ചെറിയ ഈ കമ്പുകളൊക്കെ വെച്ച് ഇങ്ങനെ കുത്തി കൈ ഇങ്ങനെ മാറ്റി കളിക്കും. അതിന് പകരം ഇവിടെ നൈഫ് അഥവാ കത്തി കൊണ്ട് കുത്തുന്ന രീതിയിലേക്കുള്ള സംഭവം. അത് സെൻഡ് എ മെസ്സേജ് ടു സെയിങ് നമ്മുടെ പുള്ളിക്കാരനെ ആ ഒരു വംശീയമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള ആ വാക്ക് പറഞ്ഞുകൊണ്ടുള്ള ഒരു കമന്റ്, ഡെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുന്ന സ്മൈലിയൊക്കെ ഇട്ടിട്ടുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ സഹോദരി വന്ന് പറയുന്നു ഈ പുള്ളിക്കാരൻ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞപ്പോഴേക്കും അതിനെയും പറഞ്ഞവർ ഒരുമിച്ച് ഹി ആക്ച്വലി പാസ്ഡ് അവേ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ്. ഓക്കെ, നമ്മൾ അതിന് ബുള്ളിങ് കാരണമാണ് അവൻ മരണപ്പെട്ടതെന്നാണ് പറയുന്നതെന്ന് ഇവരുടെ ആ ഗ്രൂപ്പിൽ ഡിസ്കഷൻ വന്ന സമയത്ത് പറഞ്ഞ് അത് ഇന്നലെ 3 മണി വരെയും ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തന്നെ പറയുന്നു. ഓക്കെ, അതായത് എന്താണോ I saw that what and all I am hearing though that they forced him to vape and lick the toilet and all, some proper bullying and all. സത്യം ഇതിനകത്ത് ഇങ്ങനെ പോകുന്നു ഇവരുടെ ഓരോ ഈവൻ ഡ്രഗ് കേസ് അബൌട്ട് GPS happens on
നോ വൺ ന്യൂ ഇറ്റ് വാസ് GPS. GPS-ൻ്റെ അകത്തുള്ള ഈ ഡ്രഗ്സിൻ്റെ കാര്യങ്ങളടക്കം ഇതിനകത്ത് വന്നു പോകുന്നു. നിങ്ങൾ ആ കുഞ്ഞു മോനെ നോക്കിയേ, ഇവനാണ് പറക്കമുറ്റാത്ത പ്രായത്തിൽ ആ വീട്ടുകാരുടെ പ്രതീക്ഷയായിട്ടൊരു കുട്ടി ഇന്ന് അവൻ്റെ കാരണമല്ല, അവൻ്റെ നിറത്തിനെക്കുറിച്ചും അവനെ വോളിബോൾ ഇതിൽ നിന്നൊക്കെ പല കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുകയും അവനെ ഒന്നും പറ്റാത്ത രീതിയിലേക്ക് മാറ്റി നിർത്തി അവസാനം അവൻ ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന രീതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ട്. ഇതാണ് ആ കുഞ്ഞ്. സഹിക്കാൻ പറ്റത്തില്ലടേ ഇതൊന്നും. ഈ എനിക്ക് 2 മക്കളുടെ അച്ഛനാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഇതിൽ ഇമോഷണലായിട്ട് സംസാരിക്കുന്നതെങ്കിൽ എൻ്റെ സ്ഥാനത്ത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ അങ്ങനെ ആയിരിക്കണമല്ലോ ബഹുഭൂരിപക്ഷം. ചിലയിടത്തെങ്കിലും മാറ്റമുണ്ട്, കുട്ടികളെ കൊല്ലുന്ന തന്തമാർ തള്ളമാരൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ ഉള്ളൊരു സാഹചര്യത്തിൽ ഈ കുട്ടി അവനെ ഇത്രയും ബ്രൂട്ടലായിട്ട് കൊല്ലാക്കൊല ചെയ്ത് അവനെ മരണത്തിലേക്ക്, അവന് വേറൊരു വഴിയില്ല, വീട്ടുകാരോട് പറയാൻ പറ്റത്തില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അപ്പോൾ പിന്നെ ഇതൊന്നും പറയാതെ ഉള്ളിലൊതുക്കി ആ ഭാരം താങ്ങാൻ പറ്റാതെ ആ 26-ാം നില, നിങ്ങൾ ആലോചിച്ച് നോക്കി, 26-ാം, എനിക്കൊക്കെ ഇച്ചിരി ഫിയറൊക്കെ ഉള്ള ആളാണ്, ഒത്തിരി പൊക്കത്തിൻ്റെ മേളിൽ താഴേക്ക് നോക്കാൻ പേടിയത്, 5-6 നിലയ്ക്ക് മേളിൽ പോലും ഭയമാണ്. അപ്പോൾ ഇത്ര 26 നിലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കി കുട്ടി അത്രയും മുകളിൽ നിന്ന് ചാടാനുള്ള ഒരു മനക്കരുത്തൻ ഉണ്ടാവണമെങ്കിൽ അവൻ്റെ പ്രോബ്ലംസും 100 നിലയുടെ പൊക്കത്തിൻ്റെ അത്ര പ്രോബ്ലംസ് അവൻ ആ കുട്ടി ആ പ്രായത്തിൽ തന്നെ അനുഭവിച്ചു ഉണ്ട് എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിന് ഔദ്യോഗിക തലത്തിൽ നീതി നിർവഹണം നടക്കണം. തീർച്ചയായിട്ടും ഈ രക്ഷിതാക്കൾക്ക് നീതി ലഭിക്കണം. മരണപ്പെട്ട കുട്ടിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു. ഒപ്പം ഇതിൻ്റെ ജസ്റ്റിസിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. ഇതിനൊപ്പം അവരുടെ ആ പാരൻസിനൊപ്പം നിന്നുകൊണ്ട് ഇത്ര വലിയ കോർപ്പറേറ്റ് സ്കൂളാണെങ്കിലും എന്ത് കോപ്പില പരിപാടിയാണെങ്കിലും ഇതിനെ തീർച്ചയായിട്ടും ഇനി ഇങ്ങനൊരു കാര്യം നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രത്യാശിക്കുന്നു. അല്ലായെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ നമ്മുടെ കേരളത്തിൻ്റെ പോക്ക് എങ്ങോട്ട്, നമ്മുടെ പുതുതലമുറയുടെ പോക്ക് എങ്ങോട്ടെന്ന് നമ്മൾ മൂക്കത്തിൽ വിരൽ വെച്ച് പോകും എന്നുള്ള കാര്യം മാത്രം ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കൊണ്ട് കാണുന്നത് ഗൈസ്, ബൈ.